നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടമാണ്. ഇഷ്ടം പോലെ ഉദ്ഘാടനങ്ങളുടെയൊക്കെ കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിപ്പോകും. കാരണം ഇത്രയധികം ഒരു ദിവസം 2, 3, 4, 5 ഉദ്ഘാടനം ചെയ്ത തരത്തിൽ ഇത്രയധികം പദ്ധതികൾ ഇരുന്നിട്ട് സത്യത്തിൽ കുറെ നേരത്തെയൊക്കെ ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കാര്യക്ഷമമായിട്ട് നടത്തിയിരുന്നെങ്കിൽ എത്ര പേർക്ക് ഗുണമായിരുന്നു കുറച്ചുകൂടെ. പക്ഷെ എങ്കിലും തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതിയാണ് അങ്ങനെയുള്ള ചില ഉദ്ഘാടനങ്ങൾ, ചില പരിപാടികൾ, ഒപ്പം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആരതിൻ്റെയും കയ്യൊപ്പുള്ള ചില വാർത്തകൾ. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,830 രൂപ, പവന് 1,18,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. വികസന സെമിനാറുകൾ നടന്നു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് വികസന സെമിനാർ PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോൺ പദ്ധതി രേഖ അവതരിപ്പിച്ചു. മുഖത്തല ബ്ലോക്ക് പ്രസിഡന്റ് സാം വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, വൈസ് പ്രസിഡന്റ് ഷീബ മോൾ, ക്ഷേമസമിതി ചെയർമാൻ AS സവാദ്, സാജു വർഗീസ്, ശരത് ചന്ദ്രൻ, ഷാൻ, ലളിതാംബിക, ഗിരീഷ് കുമാർ, അജി അലക്സ്, ജിജ ബാബു, ബിനു ഗോപാൽ, അനിൽകുമാർ, മനോജ് സുനി, സുനിത ഷാജി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CD മണിയൻപിള്ള, ആസൂത്രണ സമിതി അംഗങ്ങളായ C സോമൻപിള്ള, TC അനിൽകുമാർ, SD അഭിലാഷ് എന്നിവർ സംസാരിച്ചു. കുണ്ടറ പഞ്ചായത്ത് വികസന സെമിനാർ PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് G വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ഉഷ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ B ഓമനക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ A ബിന്ദുമോൾ, ജോൺ ഡാനിയൽ, AK പ്രസന്നകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ സതീഷ് കുമാർ ഉണ്ണിത്താൻ, തോമസ് V പണിക്കർ, സുധാദേവി, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി P ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വിദ്യ നിഷേധിക്കപ്പെട്ടിടത്തുനിന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഇടമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വായനയ്ക്ക് വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്ക് നൽകാൻ ആലോചനയെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. വിദ്യ നിഷേധിക്കപ്പെട്ടിടത്തു നിന്നും എല്ലാ കുഞ്ഞുങ്ങൾക്കും നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഇടമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ സാമൂഹ്യ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ചരിത്രവും വർത്തമാനവും പ്രമേയമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ആദ്യ എഡീഷൻ്റെ ഗ്രാൻഡ് ഫിനാലെയും സമാപന സമ്മാനദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ ഒരു വലിയ മാറ്റത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ആ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. നാടിനുണ്ടായ മാറ്റങ്ങൾ അവർ പഠിക്കണം. അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ അതിജീവന പോരാട്ടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കാൻ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിലൂടെ സാധിച്ചതായി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ക്വിസ് മത്സരത്തിൻ്റെ തുടർച്ചയായി വായനയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ സർക്കാർ ആലോചിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം മുതൽ അത് നടപ്പിലാക്കും. തിരുവനന്തപുരം ഗവൺമെൻറ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രിയദർശിനി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ K വാസുകി, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV സുഭാഷ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ K സുധീർ എന്നിവർ സംസാരിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ KG സന്തോഷ് നന്ദി പറഞ്ഞു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്കി സ്കൂൾ വിഭാഗത്തിൽ NSS മടവൂർ തിരുവനന്തപുരവും കോളേജ് വിഭാഗത്തിൽ കാര്യവട്ടം ക്യാമ്പസും ജേതാക്കളായി. രണ്ടാം സ്ഥാനം പത്തനംതിട്ട കലഞ്ഞൂർ സ്കൂളിനും പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിനും ലഭിച്ചു. സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അറിവിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്കിസ് പ്രഥമ എഡിഷൻ്റെ ആവേശകരമായ കലാശപ്പോരിൽ സ്കൂൾ വിഭാഗത്തിൽ തിരുവനന്തപുരം മടവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളും കോളേജ് വിഭാഗത്തിൽ കേരള സർവകലാശാല തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസും ജേതാക്കളായി. സ്കൂൾ വിഭാഗത്തിൽ പത്തനംതിട്ട കലഞ്ഞൂർ GHSSും ആൻഡ് VHSSും രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ കോളേജ് വിഭാഗത്തിൽ ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ പാലക്കാടാണ് രണ്ടാമതെത്തിയത്. വയനാട് പെരിക്കല്ലൂർ GHSSും കേരള സർവകലാശാല തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസുമാണ് യഥാക്രമം സ്കൂൾ കോളേജ് വിഭാഗങ്ങൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. റിപ്പബ്ലിക് ദിന സദസ്സും അനുമോദനവും നടത്തി. മുളവന പുന്നത്തടം JYS വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സും അനുമോദനവും നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി D ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി I ഫിലിപ്പോസ് ആദരവ് ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികളായ വത്സല സതീശൻ, AK പ്രസന്നകുമാർ, P രമേശ് കുമാർ, തോമസ് P പണിക്കർ, I തോമസ്, ലതാ ബിജു, S ശ്രീകല എന്നിവരും ഗ്രന്ഥശാല പ്രവർത്തകരായ S നിസാമുദ്ദീൻ, മുളവന നസീർ, ജിവിൻ ജോൺ, B ഷൈജു, ബിജു മാത്യു, T ഹരികുമാർ, S നാസർ, P സന്തോഷ്, S ഷൈനി, ദിവ്യ രാജ്, K സലീന, ലിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. മാതൃഭാഷാ ദിനാചരണവും ONV അനുസ്മരണവും നടത്തി. കേരളപുരം പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനാചരണവും ONV അനുസ്മരണവും നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. മണി K ചന്താപ്പൂര്, പുന്തലത്താഴം ചന്ദ്രബോസ്, ബൈജു പുനക്കുന്നൂർ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം B ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി N പ്രഭാകരൻപിള്ള സ്വാഗതവും കമ്മിറ്റി അംഗം MS ശിശിര നന്ദിയും പറഞ്ഞു. ജാതി സെൻസസ് നടപ്പിലാക്കണം. KPMS. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാതി സെൻസസ് ഉടൻ നടപ്പിലാക്കണമെന്ന് പട്ടികവർഗ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും ഉറപ്പുവരുത്തണമെന്ന് പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡൽ കുടിശ്ശികയും ഗ്രാൻറ്റും ഉടൻ വിതരണം ചെയ്യണമെന്നും KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ ജനറൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വത്സല സതീശനെയും സരിനി അനിലിനെയും PC വിഷ്ണുനാഥ് MLA ആദരിച്ചു. ലൈജു പുന്നത്തടം, ആനന്ദ് ബാബു, സന്തോഷ് തണ്ണിക്കോട്, ദിവാകരൻ കാഞ്ഞാവളി,
പ്രഭാകരൻ പാട്ടമുക്ക്, ഓമനക്കുട്ടൻ, പ്രീത ചിറയടി, സുലജ, വസന്തകുമാരി, റിജിമോൾ, വത്സല സതീശൻ, സരിണി അനിൽ. തീപിടുത്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് സ്നേഹഭവനം യാഥാർത്ഥ്യമാകുന്നു. തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായും കത്തിനശിച്ച ചിറ്റുമല പവിഴത്ത് വീട്ടിൽ രാഹുൽ രഞ്ജിത ദമ്പതികൾക്ക് വലിയവിള ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ കല്ലിടിയിൽ ചടങ്ങ് നടന്നു. ഫാദർ സോളു കോശി രാജു കാർമ്മികത്വം വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ്, വലിയവിള ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ്, സെക്രട്ടറി സ്മിത രാജൻ, സെൻറ് ജോസഫ് ഹോംസ് പ്രതിനിധികളായ പ്രവീൺ കുമാർ, ഷിബു വടക്കടത്ത്, രേവതി പ്രവീൺ, റമ്മി സന്തോഷ് എന്നിവർ സംസാരിച്ചു. വലിയവിള ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന 10ാമത്തെ വീടാണിത്. അനുസ്മരണം നടത്തി. പെരുമ്പുഴ ഗവൺമെൻറ് LPS മുൻ അധ്യാപകൻ N ബാലകൃഷ്ണൻ സാർ അനുസ്മരണം സംഘടിപ്പിച്ചു. B ശുചീന്ദ്രൻ, N തുളസീദാസൻ പിള്ള, പെരുമ്പുഴ ഗോപാലകൃഷ്ണ പിള്ള, വാഹിദ്, ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത മോഹൻ, L പത്മകുമാർ, ജയന്തൻ, രാമചന്ദ്രൻ, N സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 26 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബ് ലഭ്യമാണ്. ആര് മുഖം തുടങ്ങി അവകാശി എത്തി നിൽക്കുന്ന 26 ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് തന്നെ ചിത്രങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നാട്ടുവട്ടം വാർത്തകൾ ആദ്യമായി കാണുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ ഈ വാർത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒരു താല്പര്യം കാണിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും 94 47 11 99 80 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് തീർച്ചയായിട്ടും കുറിച്ചിടണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.